ഞാനൊരു കഥ പറയാം. പക്ഷേ ഈ കഥ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഈ കഥയിലെ നായകന് നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം. ബ്ലൂ വെയിൽ, നീലത്തിമിംഗലമല്ല, ബ്ലൂ വെയിൽ ഗെയിം. ഏകദേശം 2018 മുതൽ 2019 വരെ ഒരുപാട് ആളുകളുടെ ആത്മഹത്യയ്ക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കുമൊക്കെ വഴിവെച്ച ഒരു ഓൺലൈൻ ഗെയിമാണ് ബ്ലൂ വെയിൽ. ഇത്തരമൊരു ഗെയിമിന് ഞാനും അടിമയായിരുന്നു. ആ ഗെയിമിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ കഥ. ഈ കളിയുടെ പേര് ഗെയിം ഓഫ് ഡെത്ത് എന്നാണ്. ചുരുക്കത്തിൽ നമുക്കതിനെ GOD എന്ന് വിളിക്കാം. ഇത് മരണത്തിൻ്റെ കളിയൊന്നുമല്ല, പക്ഷേ മരണം വെച്ചുള്ള ഒരു കളിയാണ്. ഇതിൻ്റെ ഡെവലപ്പേഴ്സ് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ലോകമല്ല യഥാർത്ഥ ലോകമെന്ന്. നമ്മൾ മരിക്കുമ്പോൾ വേറൊരു ലെവൽ അൺലോക്ക് ആകുന്നു, നമ്മൾ ആ ലെവലിലേക്ക് പോകുന്നു. ഇതാണ് ഈ ഗെയിമിൻ്റെ അടിസ്ഥാനം. ഈ ഗെയിം ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അവർ ഈ ഗെയിമിൻ്റെ പ്രോ ലെവൽ പ്ലെയേഴ്സാണ്. അതെന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ. ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷനെ പറ്റിയാണ്. സാധാരണ ഗെയിമുകളെ പോലെ മാസത്തിലോ വർഷത്തിലോ അല്ല ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ. പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. ചെറുപ്പത്തിൽ പനി വരുമ്പോൾ, പരീക്ഷ വരുമ്പോൾ, എന്തിന് വരുമാനമില്ലാതാകുമ്പോൾ പോലും പണം കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യും. ചിലപ്പോൾ ഡെവലപ്പേഴ്സ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു സ്പെഷ്യൽ പ്ലാൻ ചെയ്തിട്ട് പോവുകയും ചെയ്യും. ഒരുപാട് പ്രശ്നമുള്ളവർ ഒരുപാട് തവണ സബ്സ്ക്രൈബ് ചെയ്യും. ഒരു പ്രശ്നവുമില്ലാത്തവർ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് കരുതി സബ്സ്ക്രൈബ് ചെയ്യും. എന്തായാലും ഗെയിം സബ്സ്ക്രിപ്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വീട്ടുകാർ ചെയ്യുന്നത് കണ്ട് വളർന്നപ്പോൾ ഞാനും സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. എന്ത് പ്രശ്നത്തിനും ഞാൻ ഓടിപ്പോയി പൈസ കൊടുക്കും. ചിലത് നടക്കും, ചിലത് നടക്കത്തില്ല. എന്നാലും പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. ജോലി ചെയ്തുണ്ടാക്കിയ ശമ്പളത്തിൻ്റെ നല്ലൊരു ശതമാനം ഗെയിമുകാർ കൊണ്ടുപോയി. അങ്ങനെ കടവും കടപ്പടിയുമായി ഇരിക്കുമ്പോഴാണ് ഞാൻ അവനെ പരിചയപ്പെടുന്നത്. അവൻ ഈ ഗെയിം കളിക്കാറില്ല, പകരം വേറൊരു ഗെയിമാണ് കളിക്കുന്നത്. അസുഖങ്ങൾ വരുമ്പോൾ അവൻ സബ്സ്ക്രിപ്ഷന് പോകാറില്ല, പകരം അവൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. മരിച്ചുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് അവൻ ഇൻഷുറൻസ് എടുത്തു. ജോലി പോയാൽ അടുത്ത ജോലി കിട്ടുന്നത് വരെ നിൽക്കാൻ അവൻ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെച്ചു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പണവുമായി അവൻ എങ്ങോട്ടും ഓടാറില്ല, പകരം പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാറാണ് ചെയ്യുന്നത്. ഗെയിമിന് കൊടുക്കുന്ന പണം അവൻ മാസാമാസം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ചെറുപ്രായത്തിൽ തന്നെ അവന് അത്യാവശ്യം സേവിങ്സ് ഉണ്ട്. ആദ്യമൊക്കെ ഇവന് വട്ടാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ മെല്ലെ മെല്ലെ എനിക്കും ആ തിരിച്ചറിവുണ്ടായി. അവൻ്റെ പ്രവൃത്തികളിൽ എനിക്ക് യുക്തി തോന്നി തുടങ്ങി. അവൻ്റെ ജീവിത രീതികൾ എന്നിലും മാറ്റമുണ്ടാക്കി. അങ്ങനെ മെല്ലെ മെല്ലെ ഞാൻ ഈ ഗെയിമിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നെപ്പോലെ വർഷങ്ങളായി ഈ ഗെയിം കളിക്കുന്നവരോടാണ് എനിക്കിനി പറയാനുള്ളത്. മനസമാധാനം കിട്ടാൻ ഫ്രീ ആയിട്ട് കളിക്കുന്നെങ്കിൽ വല്ലപ്പോഴൊക്കെ കളിക്കുക. അല്ലാതെ വിയർത്തുണ്ടാക്കുന്ന പണം വെറുതെ കൊണ്ട് കളയരുത്. ഞാൻ എന്ത് ഗെയിമിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഒരുപാട് എലാബറേറ്റായി പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റും. അതുകൊണ്ട് ഞാനിതിവിടെ നിർത്തുന്നു. ഓർക്കുക, ചിന്തിക്കുന്നവർക്ക് എപ്പോഴും ദൃഷ്ടാന്തമുണ്ട്.